വി.എസ്. സനോജ്, ഒരു മിനിറ്റ്. ഇപ്പോൾ എൻ.എം. വിജയന്റെ മകൻ വിജേഷ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പിന്നെ ഒരു 25 ലക്ഷം രൂപയും തരാമെന്നാണ് പറഞ്ഞിരുന്നത്. കമ്പം കടം അതുകൊണ്ടൊന്നും തീരില്ല, പക്ഷെ ബാക്കിയുള്ളത് പിന്നെ എന്തെങ്കിലും ആക്കിയിട്ട് ഞാൻ എൻ്റെ സ്ഥലം വിറ്റിട്ടാണെങ്കിൽ തീർക്കാമെന്ന് വിചാരിച്ചായിരുന്നു. 20 തന്നു. അതും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് തന്നത്. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് അസുഖമായിട്ട് കുറച്ച് കിടപ്പിലായിപ്പോയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ചെറിയ പൈസ കിടക്കാണ്ടായിരുന്നു. അപ്പം അന്നും പറഞ്ഞപ്പോൾ ആരെയും ഇതിനെപ്പറ്റി ഒരു ഇതൊന്നും പറഞ്ഞില്ല. കുറച്ച് ലാഗിങ് വന്നു. ഈ ടി സിദ്ദിഖ് MLA ആയിട്ട് എന്തായിരുന്നു കരാറ് വെച്ചത് കൽപ്പറ്റയുള്ള ഒരു വക്കീലും മുഖേനയാണ്. അപ്പം കരാറിൻ്റെ കോപ്പിയും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവർ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കൊണ്ടുപോണ്ട, വക്കീൽ കയ്യിൽ വെച്ചോട്ടെ, എന്നിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇതാക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഈ വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടായപ്പം ഞങ്ങൾ ഒരു ദിവസം വക്കീലിൻ്റെ അടുത്ത് ചെന്നു. ചോദിച്ചപ്പോഴാണ് വക്കീൽ പറഞ്ഞത് കരാറ് MLA വന്ന് വാങ്ങിക്കൊണ്ടുപോയി, MLAൻ്റെ PA ആരോ വന്ന് വാങ്ങിക്കൊണ്ടുപോയി. ഉള്ളടക്കം ഈ പറഞ്ഞ കാര്യങ്ങളാണ്, അത് ചെയ്തു തരാം എന്നാണ് പറഞ്ഞത്. ഈ KPCC പ്രസിഡന്റ് പറയുന്നു ഇങ്ങനെ ഒരു കരാറ് നിലനിൽക്കുന്നില്ല, ഇങ്ങനെ ഒരു കരാറില്ല. അതെനിക്കറിയില്ല. അപ്പം അവർക്കൊക്കെ എന്തും പറയാലോ, നമുക്കാണല്ലോ ഇപ്പം പറയുന്നതിൽ വ്യത്യാസമുള്ളത്. വീടിന്റെ ഇത് അവരെ കയ്യിരിക്കുന്നതാണ്, പക്ഷെ അത് എത്ര ഈ കാലം നീണ്ടു പോകുന്നതനുസരിച്ച് നമുക്കുള്ള ഇത് കുറഞ്ഞുകൊണ്ടും പോവാണ്. പിന്നെ ഇപ്പം ആദ്യം വിളിച്ചാൽ ഫോൺ എടുക്കുന്നവർ ഇപ്പം വിളിച്ചാൽ ഫോൺ പോലും എടുക്കാണ്ടായി. അതാണ് അതിൻ്റെ ഒരു അവസ്ഥയുള്ളത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇനിയിപ്പം ഞാൻ ഇന്നലെ ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഞങ്ങളൊന്ന് കൂടിയാലോചിച്ചതിനനുസരിച്ച് തീരുമാനം എടുക്കുമെന്ന് മുതിർന്ന നേതാക്കളെ കാണണം എന്നാണ് വിചാരിക്കുന്നത്. ഈ വലിയ മാനസിക സംഘർഷത്തിലാണ് പത്മജയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്, അതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതേ ഈ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഈ ചെറിയ ചെറിയ സൊസൈറ്റിയിൽ നിന്ന് എടുത്ത ലോണുകളും അധികം കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റികളൊക്കെയാണ്. അവരൊക്കെ വിളിച്ചിട്ട് ഈ കരാറിന്റെ ഭാഗമായിട്ട് അതിലൊരു വ്യക്തത കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരണമെന്നുണ്ടോ? അത് അവര് സമ്മതിക്കേണ്ടതാണ്. കാരണം ഞാൻ വക്കീലിനെ വിളിച്ചതിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അതിന്റെ ക്ലിപ്പിംഗ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ശരി, എൻ.എം. വിജയന്റെ മകൻ വിജേഷാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. കരാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു.